സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളും പരാതികളും അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി പങ്കെടുക്കും. പോലീസ് ആസ്ഥാനത്താണ് യോഗം ചേരുക. അന്വേഷണം ഏത് ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശം തയ്യാറാക്കലാണ് യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഹരിമോഹൻ ചേരുന്നുണ്ട്. ഹരി, പ്രധാനമായും ഏത് രീതിയിലായിരിക്കണം ഈ അന്വേഷണം? ലഭിക്കുന്ന പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇത് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ളൊരു തീരുമാനങ്ങൾ, ഒരു മാനദണ്ഡം ഇന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് യോഗം ചേരുന്നത്? ആരൊക്കെയായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക? തന്നെ അല്പസമയത്തിനുള്ളിൽ യോഗം ആരംഭിക്കും. സംസ്ഥാന പോലീസ് മേധാവി കൂടി പങ്കെടുക്കുന്ന യോഗമാണിതെന്നുള്ളതാണ് പ്രത്യേകത. സാധാരണ അന്വേഷണ സംഘത്തിന്റെ യോഗമാണ് ചേരാറുള്ളത്. ഇപ്പോൾ ഇതിൽ ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കേണ്ടതും. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇത്തവണ ഈ യോഗത്തിന്റെ പ്രത്യേകത. എന്തായാലും 11 മണിയോടുകൂടി യോഗം ആരംഭിക്കും. ഏറെക്കുറെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പ്രധാനമായിട്ടും ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻ കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം തുടങ്ങിയ ഉദ്യോഗസ്ഥർ എന്തായാലും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ കൂടി പോലീസ് ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള സ്ത്രീകളുടെ പരാതികൾ ലഭിച്ചാൽ ഉടൻ കേസെടുക്കുക എന്നുള്ള നിർദ്ദേശം അതാത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് ഒരു പട്ടിക തയ്യാറാക്കും. അതായത് ആരുടെയൊക്കെ മൊഴിയാണ് രേഖപ്പെടുത്തേണ്ടത്. പ്രധാനമായിട്ടും ആരോപണം ഉന്നയിച്ച ആളുകൾ ഉണ്ടാവും. ആരോപണം ഉന്നയിച്ചതിൽ പരാതി നൽകിയവർ ചിലർ മാത്രമേ ഉണ്ടാകുള്ളൂ. പക്ഷേ ഇവരുടെയൊക്കെ മൊഴി, ആരുടെയൊക്കെ മൊഴിയാണ് രേഖപ്പെടുത്തേണ്ടത്? പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലായി മാധ്യമങ്ങളിൽ കൂടി വന്ന ആരോപണം ഉന്നയിച്ച് കടന്നുപോയവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ മൊഴി ഔദ്യോഗികമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പരാതി നൽകിയില്ലെങ്കിൽ പോലും ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് കൂടി ഇന്നിപ്പോൾ യോഗത്തിൽ തീരുമാനിക്കപ്പെടും. മറ്റൊന്ന്, ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നൽകിയ പരാതികൾ, ആ പരാതികളിൽ എങ്ങനെയാണ് അന്വേഷണം പ്രത്യേക സംഘം നടത്തേണ്ടത് എന്നുള്ളതിലും ഒരു തീരുമാനമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ ബംഗാളി നടി രഞ്ജിത്തിനെതിരെ നൽകിയിട്ടുള്ള പരാതി, ആ പരാതിയിന്മേൽ പ്രത്യേക സംഘം എങ്ങനെയാണ് അന്വേഷണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ചർച്ചയാകും. പ്രത്യേകിച്ച് ഇവർ കൊൽക്കത്തയിലാണ്. അവിടെ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള സന്നദ്ധത ഇതുവരെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി, രഹസ്യമൊഴി എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഒരു വിശദമായ മൊഴി ആദ്യം രേഖപ്പെടുത്തും, പിന്നീട് സാക്ഷിമൊഴി. പക്ഷേ ഒരു രഹസ്യമൊഴി നിർബന്ധമായും രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഇത്തരം കേസുകളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് ഓൺലൈനായി സാധിക്കുമോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം. കാരണം അതിന്റെ സാങ്കേതികത, നിയമവശങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഈ ഓൺലൈൻ വഴി രഹസ്യമൊഴി രേഖപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതല്ല, രഹസ്യമൊഴി അങ്ങനെ രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ കേരളത്തിലേക്ക് വിളിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവരുടെ മറുപടി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും യോഗം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇന്ന് തീരുമാനമാകും. പോലീസ് ആസ്ഥാനത്ത് DGPയുടെ അധ്യക്ഷതയിൽ കൂടിയാണ് യോഗം ചേരുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.